ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്യുവർ ബ്ലസ്. ന്യൂസിലാൻഡിൽ APC കിട്ടിക്കഴിഞ്ഞ് അഫ്ര രജിസ്ട്രേഷൻ വെയിറ്റ് ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ആദ്യമായി ക്രോമിൽ പോയി അഫ്ര എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണർ റെഗുലേഷൻ ഏജൻസി എന്നൊരു വെബ്സൈറ്റ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓപ്പണായി വരുന്ന പേജ് ഇങ്ങനെയാണ്. നാഷണൽ ഹെൽത്ത് പ്രാക്ടീഷണർ ബോർഡ്സ്. അതിൽ afra.government.au ഹോം എന്നത് ക്ലിക്ക് ചെയ്യുക. അതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓപ്പണായി വരുന്നൊരു പേജിൽ ഏറ്റവും മുകളിലായി ചൂസ് എ നാഷണൽ ബോർഡ് എന്ന ഒരു കോളമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഓപ്പണായി വരുന്നത് ഇങ്ങനെ ഒരു പേജാണ്. റെഗുലേറ്റിംഗ് ഓസ്ട്രേലിയാസ് നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് എന്ന പേജാണിത്. ഇതിൽ ഫോർ മിഡ്വൈഫ്സ് എന്നും ഫോർ നഴ്സസ് എന്നും 2 കോളംസ് ഉണ്ട്. അതിൽ ഫോർ നഴ്സസ് എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന ലോഗിൻ ടു മൈ അക്കൗണ്ട് എന്ന കോളം ക്ലിക്ക് ചെയ്യുക. നമ്മൾ അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും കാണുന്ന ഒരു പേജാണ് രജിസ്ട്രേഷൻ ആൻഡ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്ന പേജ്. അതിൻ്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് സ്റ്റാർട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ലോഗിൻ ഒരു രജിസ്റ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു അക്കൗണ്ട് ഇല്ലാത്ത പക്ഷം നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി ഏറ്റവും താഴെയായിട്ട് ഐ ഡോണ്ട് ഹാവ് എ ലോഗിൻ എന്നൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഓപ്പണായി വന്ന പേജിൽ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്സ് നമ്മൾ റീടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ വാലിഡേറ്റ് യുവർ ഇമെയിൽ എന്ന പേജ് ഓപ്പൺ ആവുകയും നമ്മൾ ലോഗിൻ ചെയ്തപ്പോൾ കൊടുത്ത ഇമെയിൽ അഡ്രസ്സിലോട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാലിഡേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് ഓപ്പൺ ആകുന്ന പേജ് ബിഫോർ യു സ്റ്റാർട്ട് യുവർ ആപ്ലിക്കേഷൻ എന്ന പേജാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് പ്രൊഫഷൻ ആർ യു അപ്ലൈയിങ് ഫോർ രജിസ്ട്രേഷൻ ഇൻ. അതിൽ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നഴ്സിംഗ് എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. രണ്ടാമതായി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡു യു കറൻ്റ്ലി ഹോൾഡ് രജിസ്ട്രേഷൻ ആസ് എ നഴ്സ് ആൻഡ് ഓർ മിഡ്വൈഫ് ഇൻ ന്യൂസിലാൻഡ് എന്നാണ്. അതിൽ നമ്മൾ യെസ് ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആർ യു അപ്ലൈയിങ് ഫോർ ട്രാൻസ് ടാസ്മാൻ മ്യൂച്വൽ റെക്കഗ്നീഷൻ എന്നാണ്. അതിൽ യെസ് ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തതായി ചോദിച്ചിരിക്കുന്നത് ഇൻ ഓസ്ട്രേലിയ ഓർ ന്യൂസിലാൻഡ് എന്തെങ്കിലും ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് ഓർ എനി പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ യെസ് ആണെന്നെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഇനി അടുത്തതായി കാണുന്ന പേജിൽ വാട്ട് ആർ യു അപ്ലൈയിങ് ഫോർ ട്രാൻസ് ടാസ്മാൻ മ്യൂച്വൽ റെക്കഗ്നീഷൻ നഴ്സിൽ 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ രജിസ്റ്റേർഡ് നഴ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ എത്തിയപ്പോഴേക്കും ഡു യു ഹോൾഡ് എ കറണ്ട് ആനുവൽ പ്രാക്ടീസിംഗ് സർട്ടിഫിക്കറ്റ്, യെസ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആർ യു ഓൾസോ വാണ്ടിങ് ടു അപ്ലൈ ഫോർ ആൻ എൻഡോഴ്സ്മെൻറ്റ് അലോങ് വിത്ത് യുവർ ജനറൽ രജിസ്ട്രേഷൻ. അതിൽ നോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓപ്പണായി വന്ന പേജിൽ ഹൗ ടു യൂസ് ദിസ് ഫോം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പ്രൈവസി, കൺസെൻറ്റ്, യുവർ ഡീറ്റെയിൽസ് അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാം. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ഇത് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് മാൻഡേറ്ററി ഫീൽഡെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ പ്രൈവസി ആക്ടിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്തപ്പോൾ ഓപ്പണായി വന്ന നെക്സ്റ്റ് പേജാണ് കൺസെൻറ്റ് എന്ന് പറയുന്നത്. കൺസെൻറ്റ് ടു നാഷണാലിറ്റി കോർഡിനേറ്റഡ് ക്രിമിനൽ ഹിസ്റ്ററി ചെക്ക് ആൻഡ് കൺസെൻറ്റ്. ഇതെല്ലാം വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് നമ്മൾ കൺസെൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഓപ്പണായി വന്ന പേജിൽ നമ്മൾ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അതിൽ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ഫാമിലി നെയിം, ഹാവ് യു പ്രീവിയസ്ലി ബീൻ നോൺ ബൈ അനദർ നെയിം, യെസ് ഓർ നോ കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, കൺട്രി ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും തെറ്റുകൂടാതെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിൻ്റെ കൂടെ തന്നെ ചോദിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് അല്ലാതെ മറ്റേതെല്ലാം ഭാഷകൾ നമുക്കറിയാമെന്നുള്ളത്. അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഫോൺ നമ്പറും അതിൻ്റെ കൂടെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ഓപ്പണായി വന്ന പേജിൽ നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വാട്ട് ഈസ് യുവർ റെസിഡൻഷ്യൽ അഡ്രസ്സ് എന്നാണ്. അപ്പോൾ നമുക്ക് കൺട്രി കൊടുക്കാം. ഇപ്പോൾ ന്യൂസിലാൻഡിലായതുകൊണ്ട് നമുക്ക് ന്യൂസിലാൻഡിലെ അഡ്രസ്സ് തന്നെ കൊടുക്കാം. ഇപ്പോൾ രണ്ടാമതായി വാട്ട് ഈസ് യുവർ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് പ്രാക്ടീസ്. അതിൽ സെയിം ആസ് മൈ റെസിഡൻഷ്യൽ അഡ്രസ്സ് തന്നെ കൊടുത്തു. മൂന്നാമതായി വാട്ട് ഈസ് യുവർ മെയിലിംഗ് അഡ്രസ്സ്. അതിലും ഞാൻ സെയിം ആസ് മൈ റെസിഡൻഷ്യൽ അഡ്രസ്സ് തന്നെ കൊടുത്തു. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഓപ്പണായി വന്നിരിക്കുന്ന പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി എന്ന ഒരു പേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ പാസ്പോർട്ടാണ് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആയിട്ട്. അതിൽ നമുക്ക് എക്സ്പയറി ഡേറ്റ് കൊടുക്കണം, പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ടിൻ്റെ ടൈപ്പ്. നമുക്ക് പാസ്പോർട്ടിൻ്റെ ടൈപ്പ് അറിയാൻ വേണ്ടി മേളിൽ കൊടുത്തിരിക്കുന്ന ഗ്രേ കളർ ഓപ്ഷൻ വായിച്ചു നോക്കിയാൽ നമുക്ക് അതിൻ്റെ ടൈപ്പ് മനസ്സിലാവും. നമ്മുടെ പാസ്പോർട്ട് പ്രൈവറ്റ് ആണ്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇഷ്യൂ ചെയ്ത കൺട്രിയും അതിൻ്റെ കൂടെ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. കോപ്പി സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്.
നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന കോപ്പി ഒരു നോട്ടറി അറ്റസ്റ്റഡോ അല്ലെങ്കിൽ JP അറ്റസ്റ്റഡോ ആയിരിക്കണം. ഞാനിപ്പോൾ ന്യൂസിലാൻഡിലായതുകൊണ്ട് ഞാൻ ഇവിടുത്തെ JP അറ്റസ്റ്റേഷനാണ് എടുത്ത് ആ കോപ്പിയാണ് ഞാനിതിൽ സബ്മിറ്റ് ചെയ്തത്. ഇപ്പോൾ ഓപ്പണായി വന്നിരിക്കുന്ന പേജിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസാണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിരിക്കുന്നത് കൺട്രി വെയർ ക്വാളിഫിക്കേഷൻ വാസ് റിസീവ്ഡ്. അപ്പോൾ നമ്മൾ എവിടെയാണ് പഠിച്ചത്, നമ്മുടെ കോളേജിൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പേര്, ടൈറ്റിൽ ഓഫ് ക്വാളിഫിക്കേഷൻ, BSc നഴ്സിംഗ് ആണെങ്കിൽ അതങ്ങനെ, പിന്നെ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റും കംപ്ലീറ്റ് ചെയ്ത ഡേറ്റും അത് നമുക്കറിയാം. നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റും എൻഡ് ചെയ്ത ഡേറ്റും അറിയാൻ പറ്റും. അതുപോലെ MSc പോലുള്ള അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് നമുക്കുണ്ടെങ്കിൽ ആഡിൽ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഓപ്പണായി വന്നിരിക്കുന്ന ട്രാൻസ്-ടാസ്മാൻ മ്യൂച്വൽ റെക്കഗ്നീഷൻ എന്ന സബ് ടൈറ്റിലുള്ള പേജിൽ അവരാദ്യമായി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ നമ്പറാണ്. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇൻ എ കൺട്രി അതർ ദാൻ ഓസ്ട്രേലിയ ഓർ ന്യൂസിലാൻഡ് എന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻസ് പ്രൊസീഡിങ്സ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നാണ്. അതിൽ നോ ക്ലിക്ക് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇൻ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ ഓർ ഓവർസീസ് ആർ യു സബ്ജക്റ്റ് ടു എനി സ്പെഷ്യൽ കണ്ടീഷൻസ്. അപ്പോൾ നമ്മൾ അതിനും നോ കൊടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. അടുത്തതായി ഓപ്പണായി വന്നിരിക്കുന്ന സബ് ടൈറ്റിൽ എക്സ്പോഷർ പ്രോൺ പ്രൊസീജിയേഴ്സ് EPP എന്ന് പറയുന്നതാണ്. അത് കുറേ ഡീറ്റെയിൽസ് ഉണ്ട്, അത് വായിച്ചു നോക്കുക. അതിനുശേഷം നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ വിൽ യു ബി പെർഫോമിങ് എക്സ്പോഷർ പ്രോൺ പ്രൊസീജിയേഴ്സ് ഇൻ യുവർ പ്രാക്ടീസ്, അതിൽ യെസ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വൺ ഡു യു കമ്മിറ്റ് ടു കംപ്ലൈ വിത്ത് ഓസ്ട്രേലിയൻ നാഷണൽ ഗൈഡ് ലൈൻസ് ഫോർ ദ മാനേജ്മെൻറ്റ് ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ലിവിംഗ് വിത്ത് ബ്ലഡ് ബോൺ വൈറസ് ആൻഡ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഹു പെർഫോം എക്സ്പോഷർ പ്രോൺ പ്രൊസീജിയേഴ്സ് അറ്റ് റിസ്ക് ഓഫ് എക്സ്പോഷർ ടു ബ്ലഡ് ബോൺ വൈറസ്. അപ്പോൾ അതിലും നമ്മൾ യെസ് തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അടുത്തത് ഓപ്പണായി വന്നിരിക്കുന്ന ഡിസ്ക്ലോഷർ ഫീൽഡാണ്. അതിൽ ചോദിച്ചിരിക്കുന്നത് ഡു യു കമ്മിറ്റ് ടു ഹാവിങ് അപ്രോപ്രിയേറ്റ് പ്രൊഫഷണൽ ഇൻഡെമിനിറ്റി ഇൻഷുറൻസ് അറേഞ്ച്മെൻറ്റ്സ് ഇൻ പ്ലേസ് ഫോർ ഓൾ പ്രാക്ടീസ് അണ്ടർടേക്കൺ ഡ്യൂറിങ് രജിസ്ട്രേഷൻ പീരീഡ്. അതിൽ നമ്മൾ യെസ് ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ഓപ്പൺ ആയിരിക്കുന്ന ഒബ്ലിഗേഷൻസ് ആണ്. അത് വായിച്ചു നോക്കിയതിന് ശേഷം ഏറ്റവും താഴെ ടിക്ക് മാർക്ക് ഇടുക, ഐ അക്നോളജ് ദാറ്റ്, എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഓപ്പണായി വന്ന ഡോക്യുമെൻ്റ് അപ്ലോഡിലാണ് നമ്മൾ നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് മാൻഡേറ്ററി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയിരിക്കണം, ലെജിബിൾ ആയിരിക്കണം, 10 MB താഴെ ആവണം, JPG, JPEG, GIF, PNG ഇത് ഫോർമാറ്റ് വേണമെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ അതിൻ്റെ താഴെ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് വരുന്ന ഫീൽഡാണ് സമ്മറി എന്ന് പറയുന്ന ഒരു ഫീൽഡ്. അതിൽ നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഒന്നും കൂടി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഓപ്ഷനാണ്. പേയ്മെൻ്റ് ആയിട്ട് വരുന്നത് $503 ആണ്. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പേയ്മെൻ്റ് ആണിത്. ഇനി നമുക്ക് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യാം. കാർഡ് ഡീറ്റെയിൽസ്, കാർഡ് ഹോൾഡർ നമ്പർ, എക്സ്പയറി ഡേറ്റ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻ്റ് എല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്ന് എഴുതി കാണിക്കും. അതുപോലെ നമുക്കൊരു മെയിൽ റിസീവ് ആവുകയും ചെയ്യും. പിന്നെ അവർ സർവേ പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അഫ്ര രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു 10 to 15 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് അഫ്ര രജിസ്ട്രേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.